പിന്നെ ഈ വർഷം വീണ്ടും സമ്മേളനം സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞതിൽ എല്ലാവരോടും our clear impact have sent a very clear message out to the world. I know that I'm standing in front of a large group of people who have taken their flight from CMS College, and I know you. ക്ഷണിച്ചിട്ടുണ്ട്. അല്ലാതെ ബാക്കിയുള്ള മുഴുവൻ ആളുകൾ ഈ മുമ്പ് ഇതിനകത്ത് ടീച്ചറിൻ്റെ ന്യൂസ്, അതായത് ഞാൻ ഇത് ഈ ഡെഫായിട്ടുള്ള ആൾക്കാർക്ക് ന്യൂസ് പ്രോഗ്രാം ചെയ്യാറുണ്ട്. അത് നമുക്ക് സാധാരണ രീതിയിലുള്ള ന്യൂസ് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ സൈൻ ലാംഗ്വേജിലുള്ള ന്യൂസ് അതിൻ്റെ കോർഡിനേഷൻ ഇല്ല. പണ്ടൊക്കെ ഡിഫിക്കൽട്ടായിരുന്നു. ഇപ്പോൾ ഈ ചന്ദനത്തൊക്കെ കാണിക്കുന്ന കാര്യങ്ങൾ മുമ്പ് അതൊക്കെ വിഷ്വലായിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാകും. ആക്സസിബിലിറ്റിയാണ് ആവുന്നു, ആക്സസിബിൾ ആവുന്നു. മറ്റ് ഡാൻസ് ആക്സസിബിൾ ആയില്ല. ശരി ടീച്ചറിൻ്റെ ഡാൻസ് ആണ് ആക്സസിബിൾ ആയില്ല. സൈൻ ലാംഗ്വേജ് ഇവിടെ ഒക്കെയായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സുകൾ. ഈ പള്ളിയുടെ ഈ സ്റ്റെപ്പിലൊക്കെ എത്ര പ്രാവശ്യം നമ്മൾ ഇരുന്നിട്ടുണ്ട് ഈ ചൂളമാരുടെ കൂട്ടിലും. അപ്പം മിക്കവാറും കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് ഇവിടെ പഠിച്ചത്. ഒത്തിരി പ്രോഗ്രാംസ് പങ്കെടുക്കുമായിരുന്നു. അതിൻ്റെ ടീച്ചേഴ്സിനെല്ലാം എന്നെ അറിയാം. അപ്പം എൻ്റെ പേര് സിൽവി മാക്സി മേന എന്നാണ്. ശരിക്കും എന്നെ ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയാം സിൽവി കുര്യൻ എന്നാണ്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പിന്നീട് അവിടെ എൻ്റെ വ്യത്യസ്തമായ ഡാൻസിലുള്ള എനിക്ക് താല്പര്യം അന്നേ ഉണ്ട്. ഞാൻ പഠിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ പെർഫോം ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ എന്നെ ഒരു പെർഫോമറായിട്ട് ഇപ്പോൾ കാണുമ്പോൾ എൻ്റെ ടീച്ചേഴ്സിനും എൻ്റെ സഹപാഠികൾക്കൊക്കെ ഉണ്ടാകുന്നതായിരുന്നു എനിക്കുണ്ടാകുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ ഇവിടുന്ന് പോയതിനു ശേഷമാണ് ഞാൻ കരാട്ടയിൽ സ്റ്റേറ്റ് ചാമ്പ്യനായി 2013. പിന്നെയാണ് മുദ്ര നടന്ന ഒരു കലാരൂപം. അതിൻ്റെ ഉപജ്ഞാതാവാണ് ഞാൻ. അതിനകത്ത് പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ സൈൻ ലാംഗ്വേജും ഡാൻസും സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു കലാരൂപമാണ്. ശരിക്കും ബധിരരായ വിദ്യാർത്ഥികളാണ് എൻ്റെ
ഞാൻ ഒരു ടീച്ചറും കൂടെ. അപ്പോൾ അവർക്ക് വേണ്ടി മനസ്സിലാക്കാനും പിന്നെ പൊതുജനങ്ങളുടെ ഇടയിൽ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഒരു പോപ്പുലറൈസ് ഇതായിരുന്നു ലക്ഷ്യം. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ആൾക്കാർ ഇത് ഡെഫായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല ഹിയറിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രോഗ്രാംസ് ഗവൺമെൻറ് പ്രോഗ്രാംസ് സൂര്യ ഫെസ്റ്റിവൽ അതും ഡിഫറെൻ്റ്ലി ഏബിൾഡ് കുട്ടികളുടെ കൂടെ ഡെഫായിട്ടുള്ള കുട്ടികൾ, ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾ അവരെല്ലാം വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ആൾക്കാരാണ് 2016 ഞാനിത് അരങ്ങേറ്റം കൊണ്ടുവരുന്നത്. ഇത് തിരുവനന്തപുരത്ത്. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ, അതായത് എൻ്റെ കോളേജിൽ ഞാൻ ആദ്യമായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. എനിക്ക് ഒരു ത്രില്ലെന്ന് പറയുന്നത് എനിക്കത് പറയുന്നത് അപ്പുറമാണ്. ഇവിടെ പോകുമ്പോൾ മുതിർന്നവർക്ക് ഒത്തിരി സാധ്യതകളുണ്ട്. അതായത് ലാംഗ്വേജ് മീറ്റിംഗ് ഡാൻസ് ആണ്. ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഡാൻസും ചേർന്ന് വരുന്ന ഒരു അർത്ഥമാണ്. അപ്പോൾ അതിൽ കൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ള ലാംഗ്വേജ് വൊക്കാബുലറി ജനറേഷൻ എന്നുള്ളതാണ്. പലതരം ലാംഗ്വേജ്, ഹിന്ദി ഭാഷ അറിയാത്ത ഒരാൾ മുദ്രകണ്ഠം കാണുമ്പോൾ അവർക്കത് മനസ്സിലാവും. ഈ ആ മുദ്രകൾ എന്ന് പറയുന്ന എല്ലാ ഇന്ത്യൻ സൈൻ ലാംഗ്വേജിലെ സൈഡുകൾ ലാംഗ്വേജാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കമ്മ്യൂണിക്കേഷൻ ലെവലിലും അല്ലാതെ മീനിങ് എന്ന രീതിയിൽ ആൾക്കാർക്ക് ആ പുതിയ പുതിയ ഭാഷകൾ പഠിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത മുദ്രകണ്ഠത്തിനുണ്ട്. അതേപോലെ ഡെഫായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഈ സംഗീതം, നൃത്തം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ ലോകത്തിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യം. സാധാരണ രീതിയിൽ പാട്ടും ഡാൻസ് അവർ ജസ്റ്റ് നോക്കിയിട്ട് പാട്ടൊന്നും ഒരു കേൾക്കുന്നില്ലല്ലോ. അങ്ങനെ അവർ എൻജോയ് ചെയ്യണം എന്നൊരു ലക്ഷ്യത്തോടെയാണ് തുടക്കമില്ല. പക്ഷെ പിന്നീട് ഇതിൻ്റെ ഒരു ആർട്ട് ഫോമായിട്ട് തന്നെ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് നൃത്തവും സമീപനവും കൊണ്ടുവരാൻ പറ്റുന്ന കൂടുതൽ പെട്ടെന്ന് പഠിക്കുകയും നന്നായിട്ട് പെർഫോം ചെയ്യും. ഞാനവരെ സൂര്യ ഫെസ്റ്റിവലിൽ കൊണ്ടുപോയി പെർഫോം ചെയ്യുന്നത് വെറുതെ അല്ല, നല്ല മനോഹരമായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതായത് ഡിഫറെൻ്റ്ലി ഏബിൾഡായിട്ടുള്ള ആൾക്കാർ നമുക്ക് കാഴ്ചക്കാരായിട്ട് ഇരിക്കുകയല്ല, അവർ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ താഴുന്നത് എൻജോയ് ചെയ്യുക. ആ ഒരു ലെവലിൽ അവർ പെർഫോമേഴ്സ് ആകുന്ന ഒരു സ്വപ്നമാണ് എനിക്ക് എപ്പോഴും ഉള്ളത്.